നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വ്യക്തിയോട് നോ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ആ വ്യക്തി എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് യെസ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ വാല്യൂസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അതിനെ നിങ്ങൾ ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഹായ്, ഐ എം ജാഫർ അലി, ഐ എം എ കോൺഷ്യസ് ലിവിങ് കോച്ച്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് നോ പറയുക എന്നുള്ളത് ഒരു സ്വാർത്ഥതയാണെന്നാണ്. എന്നാൽ ഒരിക്കലുമല്ല. നമ്മളുടെ ഹെൽത്തി ബൗണ്ടറീസ് ഓരോ മനുഷ്യർക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളോടും നമ്മൾ അതായത് അതിൽ നിന്നുള്ളൊരു വിമുഖത കാണിക്കലാണ് നമ്മൾ മറ്റുള്ളവരോട് യെസ് പറയുന്നത് എല്ലാ കാര്യത്തിനും. എങ്ങനെ നമുക്ക് വളരെ ബോൾട്ടായിട്ട് നമുക്ക് യെസ് പറയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, വളരെ കൃത്യതയോടുകൂടിയും വളരെ ക്ലാരിറ്റിയോടുകൂടിയും വളരെ മര്യാദയോടുകൂടിയും ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് മറ്റൊരാൾ പറയുമ്പോൾ, അതെ, നിങ്ങൾ എന്നോട് പറഞ്ഞതിന് എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഐ എം റിയലി സോറി, ഇന്ന് എനിക്കതിന് സാധ്യമല്ല കേട്ടോ, ഐ എം സോറി എന്ന് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നോ എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റബോധം ഒഴിവാക്കുക. നമ്മളെപ്പോഴും ഇനി അയാൾ എന്ത് വിചാരിക്കും, ഞാനത് പറഞ്ഞത് ശരിയായോ എന്നുള്ളത് പിന്നീട് അത് ചിന്തിച്ച് സങ്കടപ്പെടാതെ അതങ്ങോട്ട് വിട്ടുകളയാം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബദൽ സംഭവം നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നെനിക്ക് അത് സാധിക്കില്ല, നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച അത് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഇന്ന ദിവസം എനിക്ക് അത് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള ഒരു ബദൽ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോ പറയുക എന്നുള്ളത് ഒരു വ്യക്തിയോടുള്ള ഒരു വെറുപ്പായിട്ടല്ല. ഇത് നമ്മളെ തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ്. നമ്മളുടെ വാല്യൂസിനോടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോടുമുള്ള ഒരു റെസ്പെക്റ്റാണ് ഈ ഒരു നോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറ്റാത്തതിന് കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് നോ പറയുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതം തന്നെ മാറും.